ആയിട്ട് നമുക്ക് പറയാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. ഇലക്ട്രോ കെമിക്കൽ സെൽ. അതിനെ നമ്മൾ ഗാൽവാനിക് സെൽ എന്നും അഥവാ വോൾട്ടൈക് സെൽ എന്നും പറയുന്നു. ഓക്കെ, നമ്മൾ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് ഡാനിയൽ സെല്ലാണ് എടുക്കുന്നത്. ഇവിടെ ഞാൻ ഡാനിയൽ സെൽ എന്ന് പറയുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് ബാറ്ററി വേണേ എടുക്കാം. അതായത് ബാറ്ററിക്കകത്ത് നടക്കുന്ന റിയാക്ഷനും ഈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ തന്നെയാണ്. പക്ഷെ പഠിക്കാൻ എളുപ്പം ഡാനിയൽ സെല്ലിന്റെ ആയതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ ഡാനിയൽ സെല്ലാണ് എടുക്കുന്നത്. ഡാനിയൽ സെല്ലിന്റെ പടം സഹിതം ഞാനിവിടെ വരയ്ക്കാൻ പോകും. എല്ലാവരും ശ്രദ്ധിക്കണം. ഓക്കെ, ഞാൻ രണ്ട് ബീക്കർ എടുക്കുവാണ്. രണ്ട് ബീക്കർ എടുത്തു. ഒരു ബീക്കറിനകത്ത് ഞാൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തു. ഒരു ഇതിനകത്ത് ഞാൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. എന്നിട്ട് ഒരെണ്ണത്തിനകത്ത് ഞാൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വെളിയിൽ ഇത് ഇവിടെ വരയ്ക്കണ്ട, ഞാൻ ഇവിടെ വരയ്ക്കുമ്പോഴത്തേക്ക് എടുത്ത് വരച്ചാൽ ഞാൻ ഒരു സിങ്ക് ഇലക്ട്രോഡ് സിങ്കിന്റെ ഒരു മെറ്റൽ പീസും കോപ്പറിന്റെ ഒരു മെറ്റൽ പീസും കൂടെ ഞാൻ എന്ത് ചെയ്യാം, എടുത്തിങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് വെളിയിൽ കൂടെ അതിനെ തമ്മിൽ ഒരു വോൾട്ടി മീറ്റർ വെച്ചിട്ട് കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ എന്റെ കൈ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ ഇതേപോലെ പൊക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് മുക്കാൻ പോവാം. അപ്പം നോക്കിയോളൂ, അപ്പം സെപ്പറേറ്റ്ലി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുവായിരുന്നു. അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോവാം, ഇതിനകത്ത് മുക്കാൻ പോവാം. നോക്കിയോളൂ, അതായത് ഞാൻ സിങ്കിന്റെ ഒരു പീസിനെയും അതേപോലെ തന്നെ കോപ്പറിന്റെ ഒരു പീസിനെയും ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എടുത്തിട്ട് എക്സ്റ്റേണലി ഒരു വോൾട്ടി മീറ്ററിന്റെ സഹായത്തോടു കൂടി കണക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതിനകത്തോട്ട് മുക്കി വെക്കുന്ന ആ ഇൻസ്റ്റന്റിൽ, ആ മുക്കി വെക്കേണ്ടതാണ് ഒരു ടിപ്പ് മുങ്ങുമ്പോൾ തന്നെ ഇവിടെ രണ്ടിടത്തും റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് അതിനെ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ആലോചിച്ചോണം, സിങ്ക് സൾഫേറ്റിനകത്താണ് മുക്കുന്നത്. ZnSO4 ആണ്. ഓക്കെ, കോപ്പർ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്താണ് മുക്കുന്നത്. ഓക്കെ, ഇന്റേണലി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്റേണലി ഇവർ തമ്മിലുള്ള ഒരു ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സോൾട്ട് ബ്രിഡ്ജ്, സാധാരണഗതിയിൽ നമ്മൾ ലാബിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് അതിനെ AgCNO അല്ലെങ്കിൽ NaCNO, അതിനകത്തും അഗർ എന്ന് പറഞ്ഞൊരു ജെല്ലുണ്ട്, അല്ലെങ്കിൽ ജെലാറ്റിൻ, അതിനകത്ത് മുക്കിയിട്ട് ഫിൽട്ടർ പേപ്പർ എടുക്കും. എന്നിട്ട് അതിനകത്ത് രണ്ടും മുക്കും. എന്നിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കുറച്ചുകൂടെ വലിയ സെറ്റപ്പിൽ ചെയ്യുവാണെങ്കിൽ ഒരു ട്യൂബ് ഉണ്ട്. ഈ ട്യൂബിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ കോമ്പൗണ്ടുകൾ നിറയ്ക്കും. അത് ഏതൊക്കെയാ, ജെലാറ്റിൻ അഥവാ അഗർ എന്ന് പറയുന്നത് ജെല്ലാണ്. നമ്മൾ ഈ കേക്കിനകത്തൊക്കെ ആഡ് ചെയ്യുന്ന സാധനമാണ് ജെലാറ്റിൻ എന്ന് പറയുന്നത്. ജെലി മുട്ടായിക്കകത്തും ജെലി കേക്കിനകത്തും ഒക്കെ ആഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ KNO3 അല്ലെങ്കിൽ KCl അല്ലെങ്കിൽ NH4NO3 മിക്സ് ചെയ്തിട്ട് ഈ ട്യൂബിനകത്ത് ആക്കും. ഇത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. ഓക്കെ, ഇതിനകത്ത് മുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റിയാക്ഷൻ നടക്കുന്നതെന്ന് അറിയാമോ? അതായത് ഇവിടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ആനോഡായിട്ട് ബിഹേവ് ചെയ്യും. ഇത് ഇവിടെ കാഥോഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോണം, ഇത് ആനോഡായിട്ട് ബിഹേവ് ചെയ്യും, ഇത് കാഥോഡായിട്ട് ബിഹേവ് ചെയ്യും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനെ നടക്കുള്ളൂ, കാഥോഡിൽ എപ്പോഴും റിഡക്ഷനെ നടക്കത്തുള്ളൂ. അപ്പം ആനോഡില് ഓക്സിഡേഷനെ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ലോസ് ഓഫ് ഇലക്ട്രോൺ നടക്കുമല്ലോ. അതായത് ശ്രദ്ധിച്ചോണേ, ഇവിടെ ഞാൻ പ്രോസസ്സ് പറഞ്ഞു തന്നിട്ട് നോട്ട് തരാം. ഇവിടെ ശ്രദ്ധിച്ചോ, പടം ഇപ്പോൾ വരയ്ക്കേണ്ടത് നോക്കിയിട്ട് പ്രോസസ്സ് പറഞ്ഞു തന്നിട്ട് നോട്ട് തരാം. അതായത് ഈ സിങ്ക് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഓരോ സിങ്ക്, നമുക്കറിയാം ഈ സിങ്ക് ഇലക്ട്രോണിനകത്ത്, അതായത്
ഞാൻ ഇപ്പൊ ഈ എടുത്തിരിക്കുന്ന സിങ്ക് ഇലക്ട്രോഡിനകത്ത് ലക്ഷക്കണക്കിന് സിങ്ക് ആറ്റങ്ങളുണ്ട്. ഓരോ സിങ്ക് ആറ്റങ്ങളും രണ്ട് ഇലക്ട്രോൺസിനെ വെച്ചിട്ട് ലൂസ് ചെയ്യും. അപ്പം ഒരു സിങ്ക് 2 ഇലക്ട്രോണിനെ ലൂസ് ചെയ്താൽ എന്ത് സംഭവിക്കും? Zn2+ ആകത്തില്ലേ? അപ്പം ആ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നറിയോ? അപ്പൊ രണ്ട് ഇലക്ട്രോൺസ് ഈ വയർ വഴി ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കും. ഈ രണ്ട് ഇലക്ട്രോൺസ് ഈ വയർ വഴി ഇങ്ങോട്ടേക്ക് സഞ്ചരിക്കുന്നു. എന്നിട്ട് ഇതിന്റെ സർഫസിലെല്ലാം എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ വരും. ഓക്കെ. എന്നിട്ട് അപ്പൊ ബാക്കി ഇവിടെ ഉള്ളത് സിങ്ക് അയോൺ ആണല്ലോ. ആ സിങ്ക് അയോൺ എന്ത് ചെയ്യുന്ന അറിയാമോ? ഇതിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? ഇതിനകത്തോട്ട് അലിയും. അപ്പൊ ഇതുകൊണ്ടാണ് അവിടെ ബബിൾസ് ഉണ്ടായെന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഓക്കെ. ഇനി അറ്റ് ദ സെയിം ടൈം ഞാൻ ആ ഇലക്ട്രോണിനെ എല്ലാം തുടച്ചു കളയാണ്. അറ്റ് ദ സെയിം ടൈം എന്ത് സംഭവിക്കുന്നറിയോ? ഈ കോപ്പർ സൾഫേറ്റ് ഉണ്ടല്ലോ, Cu2+ഉം SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇവിടെ ഞാൻ ഈ പറഞ്ഞ റിയാക്ഷൻ നടക്കുന്ന അതേ സമയം തന്നെ ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് എന്ത് നടക്കും? CuSO4 Cu2+ഉം SO4 2- ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം നമുക്കറിയാം ആ പാത്രത്തിനകത്ത് കോപ്പർ സൾഫേറ്റിന്റെ ഒരു മോളിക്കൂൾ അല്ല, ലക്ഷക്കണക്കിന് കോപ്പർ സൾഫേറ്റ് മോളിക്കൂൾ ഉണ്ട്. അപ്പം ഇവിടെ ഓരോ ഇപ്പം നമുക്കറിയില്ല അപ്പുറത്തും ഈ രണ്ട് ഇലക്ട്രോൺസ് വെച്ച് തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക അല്ലേ? ശരിയല്ലേ? അപ്പൊ എന്ത് ചെയ്യാറിയോ? ഇവിടെ നിന്ന് കോപ്പർ 2+ അയൺസ് ആയിട്ട് മാറിയല്ലോ. ലക്ഷക്കണക്കിന് കോപ്പർ 2+ അയൺ ഉണ്ട്. അപ്പൊ കോപ്പർ 2+ന് കോപ്പർ ആയിട്ട് മാറണമെങ്കിൽ ഇവിടെ എന്തിന്റെ ആവശ്യമുണ്ട്? 2 ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഈ കോപ്പർ 2+ എന്ത് ചെയ്യുന്നു? ഇവിടെ ഈ ഇലക്ട്രോണിനെ അങ്ങോട്ടേക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അടുത്ത കോപ്പർ 2+ ഇവിടെ ഈ ഇലക്ട്രോണിനെ അങ്ങോട്ട് മേടിച്ചിട്ട് കോപ്പർ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഇതിന്റെ സർഫസിൽ ഫുള്ള് കോപ്പർ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പോകും. ഓക്കെ. അപ്പൊ ഇത് സിങ്ക് അയോൺ ആയിട്ട് ഇതിനകത്ത് അലിയുന്നതുകൊണ്ട് ഇതിന്റെ എന്താ വിട്ട് കുറഞ്ഞു വരും. ഇതിന്റെ വിട്ട് കൂടി വരും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കുന്ന പ്രോസസ്സ്. അപ്പം ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് നടക്കും അറിയാമോ? ഈ റിയാക്ഷന്റെ ഭാഗമായിട്ട് അവിടെ ഈ വോൾട്ടിമീറ്ററിനകത്ത് എന്ത് കാണിക്കുമെന്ന് അറിയാമോ? 1.10 വോൾട്ട് പൊട്ടൻഷ്യൽ കാണിക്കും. അതിനർത്ഥം എന്തുവാ? അവിടെ കറണ്ട് ഉണ്ടായി. ഓക്കെ. ഇവിടെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയാമല്ലോ, ഇപ്പം ഇലക്ട്രോൺസ് രണ്ട് ഇലക്ട്രോൺസ് വെച്ചിട്ട് കേൾക്കാമോ? നേഹ കേൾക്കാമോ? നേഹ ഞാൻ കുറച്ച് പഠിപ്പിച്ച് ഇങ്ങനെ വന്നു. എന്തായാലും ഞാൻ ഇതിന്റെ റെക്കോർഡ് ക്ലാസ് അയച്ചു തരാം, അത് കാണുക. എന്നിട്ട് ബാക്കി ശ്രദ്ധിച്ചു. അപ്പം നമുക്കറിയാം എന്തായാലും ഈ സിങ്കിനകത്തുനിന്ന് രണ്ട് ഇലക്ട്രോൺസ് ഈ വഴി തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു അല്ലേ? ആ വരുന്ന ഇലക്ട്രോൺസ് ഇവിടെ വന്ന് എന്ത് ചെയ്യും? ഇവിടെ വന്ന് ഇങ്ങനെ സർഫസ് ഒട്ടിപ്പിടിച്ചിരിക്കും. ആ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ കോപ്പർ സൾഫേറ്റിനകത്തെ കോപ്പർ 2+ അയോൺസ് എന്ത് ചെയ്യും? അത് വാങ്ങിച്ചിട്ട് ഇതിന്റെ സർഫസിൽ ഫുള്ള് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺസ് ഇവിടെ എവിടുന്ന് എങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്? ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ആണല്ലോ. ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക്. നമുക്കറിയാം ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കുമല്ലോ കറണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെ കറണ്ട് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ 1.10 വോൾട്ട് കാണിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ പല രീതിയിൽ ക്വസ്റ്റ്യൻ. അതിന് വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു ഇലക്ട്രോ കെമിക്കൽ സെല്ലില് ആനോഡിന് നെഗറ്റീവ് ചാർജ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കാരണം ഈ ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഈ സിങ്ക് ഇലക്ട്രോണിനകത്ത് ലക്ഷക്കണക്കിന് സിങ്ക് ആറ്റങ്ങളുണ്ട്. അപ്പൊ ആ ലക്ഷക്കണക്കിന് സിങ്ക് ആറ്റങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു സിങ്ക് ആറ്റം 2 ഇലക്ട്രോണിനെ ലോസ് ചെയ്തിട്ട് Zn2+ ആയിട്ട് ആ Zn2+ നേരെ ഈ സിങ്ക് സൾഫേറ്റിനകത്തോട്ട് അങ്ങ് ലയിക്കും. ബാക്കി രണ്ട് ഇലക്ട്രോൺസ് എവിടെയാണ് നിൽക്കുന്നത്? ഇതിനകത്താണ് നിൽക്കുന്നത്. ഇതിനകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ടേക്ക് അത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഇപ്പൊ ആനോഡിനകത്ത് മൊത്തം നെഗറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് ആനോഡിന് എന്ത് നെഗറ്റീവ് ചാർജ് ആണെന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ വേറൊരിതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ഇവിടെ ഈ പോസിറ്റീവ് അയോൺസ് വന്നിട്ട് തന്നെ ഇവിടെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിക്കോണം. നമ്മൾ ഈ എന്താണ് ഇതിനെ പറ്റിയാണ്, അതായത് ഡാനിയൽ സെല്ലിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡാനിയൽ സെല്ലിന് ഇനി വേറൊരു കാര്യമുണ്ട്. സിങ്കും കോപ്പറും നിങ്ങൾക്ക് തന്നു. എന്താണ് ഡെവലപ്പ് എന്താണ് ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ സിങ്ക് തന്നെ ആനോഡായിട്ടും കോപ്പർ തന്നെ കാഥോഡായിട്ട് കണക്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നുള്ളതാണ്. എപ്പോഴും ആലോചിച്ചോണം. റിയാക്ടിവിറ്റി സീരീസിൽ ഏറ്റവും വലുതാരാണോ അവനായിരിക്കും ആനോഡായിട്ട് ഉപയോഗിക്കുക, ചെറുതാരാണോ അവനായിരിക്കും കാഥോഡ്.
ഇനി എ ജിയും സിയും ചോദിക്കാം. എ ജി സി യു വെച്ചിട്ട് നിങ്ങൾ എ ജിയും സിയും വെച്ചിട്ട് ഒരു എന്താണ് ഗാൽവാനിക് സെൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ മുകളിൽ ആരാ? നമുക്കറിയാം പോ സോ ക മ അൽ സി ഇർ നീ ടി ലേ ഹൈ കോ മേൾ സി പ്ലാ ഗോ. ഞാനൊരു കോഡ് ഭാഷ പഠിച്ചു വെച്ചതാണ് ഞാൻ പഠിച്ച സമയത്ത്. പോ പൊട്ടാസ്യം, സോ സോഡിയം, ക കാൽസ്യം, മ മഗ്നീഷ്യം, അൽ അലൂമിനിയം, സി സിങ്ക്, ഇർ എന്ന് പറഞ്ഞ അയണാണ്, എഴുതി. നീ നിക്കല്, ടി ടിന്ന്, ലേ ലെഡ്, ഹൈ ഹൈഡ്രജൻ, കോ കോപ്പർ, മെർ മെർക്കുറി, സി സിൽവർ, പ്ലാ പ്ലാറ്റിനം, ഗോ ഗോൾഡ്. പോസോ കാമ അൽസി ഇർനി ടീലെ ഹൈക്കോ മേഴ്സി പ്ലാഗോ എന്നാണ് ഞാനത് പഠിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ വേണേൽ പഠിച്ചു, ബൈഹാർട്ട് ചെയ്തോ ഒന്നും പ്രശ്നമില്ല. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിയേ, സിങ്കും കോപ്പറും എടുത്തപ്പോൾ സിങ്ക് ആനോഡാണെന്നും കോപ്പർ കാഥോഡാണെന്നും എങ്ങനെ മനസ്സിലായി? നോക്കിയേ, കോ സോ കാമ അൽ സി കണ്ടോ, സി ഇവിടെ വരുന്നത്, കോ രണ്ട് ഇവിടെ വരുന്നത്, ഹൈ കോ കണ്ടോ, കോ ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ സിങ്കിനെ ആനോഡായിട്ടും കോപ്പറിനെ കാഥോഡായിട്ടും ഇട്ടു. ഇനി സിൽവറും കോപ്പറും വന്നാലോ, കണ്ടോ, സിൽവർ രണ്ട് ഇവിടെ, കോപ്പർ രണ്ട് ഇവിടെ. അപ്പൊ കോപ്പറിനെ വേണം ആനോഡായിട്ട് എടുക്കാൻ, സിൽവറിനെ കാഥോഡായിട്ട് എടുക്കാൻ. അപ്പൊ റിയാക്ടിവിറ്റി സീരീസ് അനുസരിച്ചാണ് നമ്മൾ ആനോഡ് ഏതാ കാഥോഡ് ഏതാന്ന് നമ്മൾക്ക് തന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ പടം ഒന്ന് വരയ്ക്കും. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. നമുക്കറിയാലോ, ഇലക്ട്രോണ് ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ വന്ന് ഇങ്ങോട്ടേക്ക് വന്നു. അതിന്റെ ഭാഗമായിട്ട് കരണ്ട് ഇതുവഴി ഇങ്ങോട്ടേക്ക് വന്നു. വന്ന കരണ്ട് എന്ത് ചെയ്യും? ഇങ്ങനെ വന്ന് എന്ത് ചെയ്യണം? ഇങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യണ്ടേ, ഇങ്ങനെ പോകണ്ടേ? സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്താലല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വേണ്ട ഈ സോൾട്ട് ബ്രിഡ്ജ് എടുത്തിരിക്കുന്നത്. ഈ സോൾട്ട് ബ്രിഡ്ജിനകത്ത് ഒന്നെങ്കിൽ KNO3 അല്ലെങ്കിൽ NH4NO3, അതുമല്ലെങ്കിൽ KCl, അതിന്റെ കൂടെ ഒന്നെങ്കിൽ അഗർ അഗർ എന്ന് പറയുന്ന ഒരു ജലാണ്, അഗർ അഗറോ അല്ലെങ്കിൽ ജലാറ്റിനോ നമ്മൾ മിക്സ് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയാ? സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ ചോദിക്കാതെ എങ്ങനെയാ കറണ്ട് അങ്ങനെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും? നമുക്കറിയാലോ, ഈ സിങ്ക് ഇതിനകത്തോട്ട് അലിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സൊല്യൂഷനകത്ത് ഫുള്ള് Z2+ ആണ്. അപ്പൊ ഈ സൊല്യൂഷൻ ഫുള്ളി പോസിറ്റീവ് ചാർജ് ആയി. ഇതിനകത്തുള്ള കോപ്പർ 2+ അയോൺസ് ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് സൾഫേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഫുള്ള് നെഗറ്റീവ് ചാർജ് ആയി. അപ്പൊ ഇതിനകത്തുള്ള പോസിറ്റീവ് ചാർജ് ഫുള്ള് ഇങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യപ്പെടുകയും ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അത് തമ്മിൽ കണക്ഷൻ വന്നു. അങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി. ഇതിന്റെ പ്രോസസ് ആണ് പറഞ്ഞത്, വളരെ സിമ്പിൾ ആണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചോദിക്കാം. അത് ഈ പടം ഒന്ന് വരച്ചു എന്നിട്ട് ഞാൻ എഴുതാനുള്ളത് തരാം. ഇനി വേറൊരു കാര്യം കൂടെ ഒന്ന്, LOAN എന്ന് പറയുന്ന ഒരു ലെറ്റർ ഓർത്ത് വെക്കുക. അതായത് L എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ, ലോസ് ഓഫ് ഇലക്ട്രോൺ. O എന്ന് പറയുന്നത് ഓക്സിഡേഷൻ, A ആനോഡ്, N നെഗറ്റീവ് ചാർജ്. അതായത് ലോസ് ഓഫ് ഇലക്ട്രോൺ നടക്കുമ്പോൾ അത് ഓക്സിഡേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ ആനോഡിലാണ് നടക്കുന്നത്, ആനോഡിന് നെഗറ്റീവ് ചാർജ് ആണ്. ഇതല്ലേ നമ്മൾ ഇത്ര നേരം പഠിപ്പിച്ചത്. അപ്പൊ ലോൺ എന്ന് പറയുന്ന വേർഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതായി. സ്കൂളിലൊക്കെ പഠിപ്പിച്ചാണ്, ഇതെല്ലാരും പഠിപ്പിക്കുന്ന സാധനമാണ് ലോൺ. ഓക്കെ, ഇപ്പൊ ഈ പടം അങ്ങോട്ടേക്ക് വരച്ചു വെക്കുക. അതായത് നമുക്ക് ഇതിന്റെ റിയാക്ഷൻസ് എഴുതണം. ഇവിടെ ഒരു ഓരോ ഡോട്ട് ഇട്ടിട്ട് സിങ്ക് ഈസ് ടേക്കൺ ആസ് ആനോഡ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹൈ റിയാക്ടിവിറ്റി ഈസ് മോർ ദാൻ ദാറ്റ് ഓഫ്, അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാം, അടുത്ത ഒരു കോമ ഇട്ടിട്ട് ആൻഡ് EU is taken as canon. Because വേണേ ഇങ്ങനെ എഴുതാം, because zinc is more reactive than കോമ ആയിട്ട് വേണേ എഴുതാം. റിയാക്റ്റീവ് എലമെന്റ് are always taken as anode. അതാണ്. ഇനി അടുത്ത ഡോട്ട് ഇട്ട് എഴുതുന്നത് ആനോഡ് has negative charge and cathode has
പോസിറ്റീവ് ചാർജ്. യൂഷ്വലി നേരെ തിരിച്ചാണ്. എന്നിട്ട് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതേണ്ടത് ഓക്സിഡേഷൻ ബ്രാക്കറ്റിൽ ലോസ് ഓഫ് ഇലക്ട്രോൺ takes place at anode. Reduction ആ പോയിന്റിൽ തന്നെ എഴുതിയാൽ റിഡക്ഷൻ ബ്രാക്കറ്റിൽ gain of electron takes place at cathode. ഇനി ഒരു കാര്യം എഴുതേണ്ടത് നമുക്ക് സെൽ റിയാക്ഷൻ എഴുതണം. ഇത് ഒരു ഹാഫ് സെൽ ആണ്, ഇത് വേറൊരു ഹാഫ് സെൽ ആണ്. അപ്പൊ നമുക്ക് ഹാഫ് സെൽ റിയാക്ഷൻ എന്നായിരിക്കും നമ്മൾ പറയാം. അതായത് ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ, റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും പറയപ്പെടുന്നത്. അപ്പം അതും കൂടെ ഒന്ന് എഴുതാം. ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷൻ. എന്താണ് ഓക്സിഡേഷൻ? എന്താ സംഭവിക്കുന്നത്? അത് സിങ്ക് എന്താ ചെയ്യുന്നതെന്നാ പറയുന്നത്? നമ്മൾ മുക്കി വെച്ച സിങ്ക് 2 ഇലക്ട്രോണിനെ വീതം ലോസ് ചെയ്തിട്ട് സിങ്ക് 2+ അയോൺ ആയിട്ട് മാറും. കെമിസ്ട്രിയിലെ -2 എന്ന് ഉദ്ദേശിക്കുന്നത് ലോസ് ഓഫ് ഇലക്ട്രോൺ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷെ -2 ഇട്ട് ഒരിക്കലും എഴുതാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ എഴുതിയാലേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫൈനലായിട്ട് ഈ Zn gives, നമ്മൾ മൈനസിനെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആകത്തില്ലേ, ഈക്വൽ ടുന്റെ അതേ കൺസെപ്റ്റില് ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ എന്താ, അപ്പം ഇത് ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ടൊന്ന് കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ Zn2 പ്ലസ് 2 ഇവിടെ കണ്ടോ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടന്നത്. ഓക്കെ, ഇനി റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. അപ്പുറത്ത് റിഡക്ഷൻ ഹാഫ് റിയാക്ഷൻ. റിഡക്ഷൻ ഹാഫ് റിയാക്ഷനകത്ത് എന്ത് സംഭവിച്ചു? ഈ ഇവിടുന്ന് ചെന്ന ഇലക്ട്രോണിനെ, ഈ 2 ഇലക്ട്രോണിനെ വീതം കോപ്പർ സൾഫേറ്റിനകത്തുള്ള ഓരോ കോപ്പർ 2+ അയോൺസ് വാങ്ങിച്ചിട്ട് കോപ്പർ ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. അതായത് ആ സൊല്യൂഷനകത്തുള്ള കോപ്പർ 2+ ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോണിനെ വീതം വാങ്ങിച്ചിട്ട് Cu ആയിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ കണ്ടോ +2 ഇലക്ട്രോണാ, അപ്പൊ ഇത് ഗെയിനാ. കണ്ടോ കോപ്പർ 2+ 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഇവിടെ സിങ്ക് 2 ഇലക്ട്രോണിനെ എന്ത് ചെയ്തു? കൊടുത്തു. അതുകൊണ്ടാണ് മൈനസ് ഇട്ടത്. ഇങ്ങനെ ആയിരിക്കും സ്കൂൾ ഡയറക്റ്റ് ഇങ്ങനെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. രണ്ടിടത്തും പ്ലസ് വരുന്നുണ്ട്, ലോസ് എവിടെ വരുന്നത് എന്നൊക്കെയുള്ള ഒരു സംശയം കാണും. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തന്നിട്ട് ഇതിലേക്ക് വന്നത്. അത് എപ്പോഴും ശ്രദ്ധിച്ചോ. ഓക്കെ, അപ്പൊ ഇവിടെ നടന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ഇനി സെല്ലിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതണം. ഓവറോൾ റിയാക്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഓവറോൾ റിയാക്ഷൻ എഴുതുന്നത് എങ്ങനെയാണെന്ന് അറിയാം. 2 റിയാക്ഷൻ ഇങ്ങനെ അടുപ്പിച്ച് അങ്ങോട്ട് എഴുതുക. അതായത് Zn gives Zn2 plus 2 ഇലക്ട്രോൺ. അതേപോലെ തന്നെ Cu2 plus 2 ഇലക്ട്രോൺ gives Cu. എന്നിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഒരു അണ്ടർലൈൻ ചെയ്യാം. ഇടത്ത് സൈഡിലുള്ള ആൾക്കാരെ എല്ലാം കൂടെ കൂട്ടി ഓവറോൾ റിയാക്ഷന്റെ ഇടത്ത് എഴുതുക. അതായത് Zn Zn ഉണ്ട്, പിന്നെ പ്ലസ് Cu2+ ഉണ്ട്, പ്ലസ് 2 ഇലക്ട്രോൺ. ഇത് ഇത്രയത്തിനെ ഞാൻ ഇടത്ത് സൈഡിൽ എഴുതി. gives വലത് സൈഡിലുള്ളതിനെ എല്ലാം കൂടെ ഓവറോളിന്റെ വലത് സൈഡിലോട്ട് എഴുതുക. അപ്പൊ ഇവിടെ Zn2 plus 2 ഇലക്ട്രോൺ പ്ലസ്. ഓക്കെ, രണ്ട് സൈഡിലും ഈ 2 ഇലക്ട്രോൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളയുന്നു. ഈ 2 ഇലക്ട്രോൺ ഉള്ളത് കട്ട് ചെയ്ത് എന്നാലും ബാക്കി എടുത്തിരുന്നു. അതായിരിക്കും ഓവറോൾ റിയാക്ഷൻ. എന്താ? Zn plus Cu2 plus gives Zn2 plus ഇതായിരിക്കും ഓവറോൾ റിയാക്ഷൻ. ഇത്ര എഴുതുക, ചെറുതാക്കാം, ഇത്ര എഴുതുക.
ഈ ആനോടും കാഥോടും ഒക്കെ ഡൗട്ട് കൺഫ്യൂഷൻ വരുന്നത് കൊണ്ടാണ് ഞാൻ ആ ലോൺ എന്ന് പഠിച്ചത് കേട്ടോ. ലോൺ എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷന് നടക്കുന്നത് ആനോഡില് ആനോഡിന്റെ എലിമെന്റ്സ്. എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ആ ലോണും കൂടെ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കേര്. ലോൺ LOAN എന്ന് പറയുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ നടക്കുന്നത് ആനോഡിന് നെഗറ്റീവ് ചാർജ്. ഈ ഒരു ടോപ്പിക് കൂടെ ഉള്ളൂ. ഒരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് തൽക്കാലം നമുക്ക് നിർത്താം. സെൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് സെൽ റെപ്രസെന്റേഷൻ സെൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതായത് ആനോഡില് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് സെല്ല് റെപ്രസെന്റേഷന്റെ ഒരു സൈഡിൽ വരേണ്ടത്. പിന്നെ നമ്മൾ ഒരു ഡബിൾ സ്ലാഷ് ഇടും. ആ ഡബിൾ സ്ലാഷിനെ സൂചിപ്പിക്കുന്നത് സോൾട്ട് ബ്രിഡ്ജ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കാഥോഡിൽ എന്ത് സംഭവിച്ചു എന്ന് എഴുതും. അതായത് നമുക്കറിയാലോ ഇവിടെ ആനോഡിൽ എന്താ സംഭവിച്ചത്? ZN എന്തായിട്ട് മാറി? ZN 2+ ആയിട്ട് മാറി. കാഥോഡിൽ എന്താ സംഭവിച്ചത്? Cu2+ എന്തായിട്ട് മാറി? Cu ആയിട്ട് മാറി. ഇതിനെ അങ്ങോട്ടേക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇങ്ങനെ എഴുതിയാൽ മതി. അതായത് ZN എന്ത് സംഭവിച്ചു? ZN 2+ ആയിട്ട് മാറി. സെൽ റെപ്രസെന്റേഷൻ ഓഫ് ഡാനിയൽ സെൽ ആണ്. ഡാനിയൽ സെൽ ഓരോ സെല്ലിനും ഓരോ റെപ്രസെന്റേഷൻ. നമ്മളിപ്പോൾ ഡാനിയൽ സെല്ലിൽ എഴുതുന്നത് ഡബിൾ സ്ലാഷ്. ഈ ഡബിൾ സ്ലാഷ് റെപ്രസെന്റ് ചെയ്യുന്നത് സോൾട്ട് ബ്രിഡ്ജ് ആണെന്നാണ്. സോൾട്ട് ബ്രിഡ്ജിനെയാണ് ശരിക്കും ഡബിൾ സ്ലാഷ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡബിൾ സ്ലാഷ് ഇട്ട് എന്തായി? കോപ്പർ 2+ ആയതുകൊണ്ട് എന്തായിട്ട് മാറി? കോപ്പർ ആയിട്ട് മാറി. ഇതായിട്ട് നമുക്ക് ഓവറോൾ റിയാക്ഷൻ ഏത് തന്നാലും സെൽ റെപ്രസെന്റേഷൻ ഇങ്ങനെ എഴുതാൻ പറ്റും. കാരണം അതിനകത്ത് ആനോഡ് കാഥോഡ് കണ്ടുപിടിക്കുക. ആനോഡ് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക. കാഥോഡ് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുക. ഡബിൾ സ്ലാഷ് എഴുതുക. ഇവിടെ സിംഗിൾ സ്ലാഷ് ആണ്, അത് പറഞ്ഞില്ല. അതായത് സിംഗിൾ പ്ലസ് ആയ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സിംഗിൾ സ്ലാഷ്, കോപ്പർ 2+ കോപ്പർ ആയെന്ന് കാണിക്കാൻ വേണ്ടി സിംഗിൾ സ്ലാഷ്, അതിനിടയ്ക്ക് ഡബിൾ സ്ലാഷ് സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാം.